ഹായ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ യൂട്യൂബിലുള്ള വീഡിയോസുകൾ കാണുന്ന സമയത്ത് മാത്രം നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വീഡിയോയുടെ പ്ലേ ചെയ്യാണ്. വലതുവശത്ത് മുകളിൽ ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം ഇവിടെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ തന്നെ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു വീഡിയോയും നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈലിലുള്ള യൂട്യൂബിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സെറ്റിങ്സിൽ തന്നെ ആയിരിക്കും അത് പ്ലേ ആകുക. ഞാനിവിടെ ക്വാളിറ്റി എന്ന ഏറ്റവും മുകളിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ റെക്കമെൻഡഡ് എന്ന ഭാഗത്താണ് ഇൻബിൽട്ടായിട്ട് എല്ലാ മൊബൈലിലും ഉണ്ടാകുക. ചില മൊബൈലുകളിൽ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. എന്നാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ നമുക്ക് ലാഭിക്കണമെങ്കിൽ ഡാറ്റ സേവർ എന്ന ഭാഗത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡാറ്റ സേവറിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, നിങ്ങൾ കാണുന്ന വീഡിയോ പിക്ചർ ഒരല്പം ക്വാളിറ്റി കുറയുമെന്നേ ഉള്ളൂ, പക്ഷേ ഡാറ്റ നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. എന്നാൽ ഇത് നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മാത്രമേ ഡാറ്റ സേവറിലൂടെ നിങ്ങൾക്ക് പ്ലേ ആകുകയുള്ളൂ. മറ്റുള്ള വീഡിയോസുകളൊന്നും തന്നെ പ്ലേ ആകുകയില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഡാറ്റ സേവറിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന ഭാഗത്ത് ഡാറ്റ സേവറിൽ ആ ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളറിൽ സെറ്റിങ്സ് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസസ് എന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത വീഡിയോ മാത്രമേ ഡാറ്റ സേവറിൽ പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഡാറ്റ സേവറിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് മൊത്തത്തിൽ മാറ്റണം എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ബ്ലൂ കളറിൽ സെറ്റിങ്സ് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട അതേ ഓപ്ഷനുകൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓട്ടോ റെക്കമെൻഡഡ് എന്ന ഭാഗത്താണ് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ടോട്ടലി നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡാറ്റ സേവറിലേക്ക് മാറ്റി കൊടുക്കണം. നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീരുന്ന ഒരു ഫോണാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് അങ്ങനെയുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ നിങ്ങൾ ഡാറ്റ സേവറിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ ഓട്ടോ റെക്കമെൻഡഡ് എന്ന ഭാഗത്ത് തന്നെയാണ് മാറ്റി കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇവിടെ ഡാറ്റ തീരുന്ന പ്രശ്നം ഇല്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും കൊണ്ടും മാറ്റിയാൽ മാത്രമേ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ താഴെ വൈഫൈ വീഡിയോ ക്വാളിറ്റി ഓൺ ഓഫ് എന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഡാറ്റ സേവറുമുണ്ട്. അതുപോലെ തന്നെ ഹയർ പിക്ചർ ക്വാളിറ്റിയുമുണ്ട്. വൈഫൈ നിങ്ങൾക്ക് ലിമിറ്റഡ് പീരീഡിലുള്ളതല്ല എങ്കിൽ നിങ്ങൾക്ക് ഹയർ പിക്ചർ ക്വാളിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓട്ടോ റെക്കമെൻഡഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ തീരുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.